ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റിവിഷൻ ടെസ്റ്റ് 1 ഇന്നലെ നടന്നു. റിവിഷൻ ടെസ്റ്റിലെ ടോട്ടൽ മാർക്സ് 720 ആയിരുന്നു. നീറ്റ് എക്സാമിൻ്റെ സെയിം ടോട്ടൽ മാർക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിവിഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഏകദേശം കുട്ടികളൊക്കെ എക്സാം എഴുതാൻ പറ്റാത്ത ചില കുട്ടികൾ എന്നെ നേരിട്ട് വാട്സപ്പിലൂടെ അറിയിച്ചിരുന്നു. ഏതായിരുന്നാലും ഞാൻ ഇന്നലെ നടന്ന ടെസ്റ്റിൽ ഏകദേശം 100ൻ്റെ മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ ലിസ്റ്റ് ഞാനിവിടെ വായിക്കുകയാണ്, ലീഡർ ബോർഡ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ റിവിഷൻ ടെസ്റ്റ് ആയതുകൊണ്ട് ഇനിയുള്ള റിവിഷൻ ടെസ്റ്റുകളിൽ നിങ്ങൾ വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ എക്സാമിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അടുത്ത ടെസ്റ്റുകളിലും അതുപോലെ വീക്ക്ലി ടെസ്റ്റുകളിലും അതുപോലെ റിവിഷൻ ടെസ്റ്റുകളിലുമൊക്കെ മിനിമം 600ൻ്റെ മുകളിൽ നിർബന്ധമായിട്ടും എല്ലാവരും മാർക്ക് വാങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ, പബ്ലിക് എക്സാം ഹാളിലേക്ക്. അതുമാത്രമല്ല, ഇന്നലെ നടന്ന എക്സാം ഞാനിങ്ങനെ അനാലിസിസ് നടത്തിയപ്പം വളരെ സിമ്പിളായിട്ടുള്ള ബയോളജിയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERTയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സ് വരുത്തിയ കുട്ടികളുണ്ട്. അത് ഫിസിക്സിലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ബയോളജിയിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ ഫിസിക്സിലെയും ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഒക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ബയോളജി സ്ഥിരമായി റിവൈസ് ചെയ്ത് അതിൽ ഈസി ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയും പ്രാക്ടീസ് ചെയ്യുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? ബയോളജി റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബയോളജിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പോകണം എന്നില്ല, പക്ഷേ NCERT നിർബന്ധമായിട്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തായിരുന്നാലും ഞാൻ ഈ ലീഡർ ബോർഡ് ഇവിടെ വായിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത എക്സാമുകളിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇതൊരു പ്രചോദനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ എക്സാം എഴുതിയതിൽ നമീറ ഫാത്തിമ ഫ്രം തൃശ്ശൂർ, ഷി ഹാസ് ഗോട്ട് 425 മാർക്സ്. ദെൻ ഷാജന ഫ്രം പത്തനംതിട്ട 410, നാദിറ ഫ്രം തൃത്താല 362, നിംഷിയ ഫ്രം പെരിന്തൽമണ്ണ 358 ആൻഡ് അക്ഷയ ഫ്രം കൂത്തുപറമ്പ് 358. ബോത്ത് ആർ ഹാവിങ് 358 മാർക്സ്. And Nida Farha from Edavannapara 350 and Fatima Rifa from Aripra 325 and Fatima Noora from Calicut 321. 320ൻ്റെ മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. ഓക്കെ, ഒരുപാട് കുട്ടികൾ എക്സാം എഴുതിയിരുന്നു. അതിലെ ലീഡർ ബോർഡ് മാത്രമാണ് ഞാനിവിടെ വായിച്ചത്. ഇനി വരുന്ന എക്സാമുകളിലൊക്കെ മാക്സിമം പ്രിപ്പയർ ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.